ഹലോ. ഇന്നെന്താ പരിപാടി എന്നല്ലേ? വേറെ ഒന്നല്ല, ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുക. നോട്ട്ബുക്കിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡ്സ് സ്മോളസ്റ്റ് ഫ്ലിപ്പ് നോട്ട്ബുക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് വേൾഡിലെ സ്മോളസ്റ്റ് ആണെന്ന് നീ തന്നെ തീരുമാനിച്ചോ മതിയോ എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ കണ്ണിൽ അത് വേൾഡ് സ്മോളസ്റ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ആ പറഞ്ഞതേ മനസ്സിൽ വായിച്ചാളാം. അപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്. എവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കി നോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു നോട്ട്ബുക്കോ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. കാരണം എന്തെങ്കിലുമൊക്കെ എനിക്ക് ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ ഇതില്ല നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നോട്ട് ചെയ്ത് വെക്കുന്ന ബുക്ക് എൻ്റെ കയ്യിൽ കാണൂല. അതെവിടെയെങ്കിലും വീണുപോലോ എന്താണെന്നറിയില്ല, ആ സാധനം പിന്നെ കാണൂല. അപ്പം ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ ഞാൻ കൂലങ്കക്ഷമായി ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ടൊരു നമ്മളെ ബാഗിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ബാഗിൻ്റെ സിപ്പേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു ബുക്ക് ഉണ്ടാക്കിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മിനി ബുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ എത്തി. അപ്പോഴാണ് കുറച്ച് വെറൈറ്റി പിടിച്ചു. എന്തുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചുകൂടാന്ന്. അങ്ങനെയാണ് ഒരു കോയിൻ സൈസ് സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മിനി നോട്ട്ബുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറും ഒരു 20 രൂപ കോയിൻ്റെ സൈസിൽ മാത്രമുള്ളൊരു നോട്ട്. എഴുതുമ്പം അതിലുള്ളത് മനസ്സിലാവൂ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ നമ്മളല്ലേ എഴുതുന്നത്, അപ്പം നമുക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഞാൻ ആ ഒരു തീരുമാനത്തിലെത്തി. ഒരു മിനി സൈസ് കോയിൻ സൈസ് നോട്ട്ബുക്ക് സെറ്റ് ചെയ്യുക. അതിനെന്തൊക്കെയാണ് വേണ്ടത്? ഒറ്റ A4 ഷീറ്റ് എടുക്കുക, റൗണ്ട് മാർക്ക് ചെയ്യുക, കോയിൻസ് വെച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കുറേ പേജസ് കിട്ടും നമുക്ക്. നേരെ കട്ട് ചെയ്ത് അതൊക്കെ ഹോൾ വെച്ചാൽ പഞ്ച് ഹോൾ ചെയ്ത് ഹോൾ പഞ്ച് അല്ല പഞ്ച് ഹോളോ ഹോൾ പഞ്ചോ എന്തെങ്കിലും ആട്ടെ, ഓട്ട അങ്ങോട്ട് ഇടുക, ഹോളങ്ങ് പഞ്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ മാറ്റി വെക്കുക. അതിനുശേഷം ഇനി ചട്ട വേണമല്ലോ, നല്ല കട്ടിയുള്ള ബാക്ക് കവറും ഫ്രണ്ട് കവറും വേണമല്ലോ. കുറച്ചും കൂടി വൃത്തിക്ക് പറഞ്ഞാൽ ബാക്ക് കവർ ഫ്രണ്ട് കവർ. എനിക്ക് പുറം ചട്ടയും എന്നാണ് ഞാൻ പറയാറ്. ആ സംഭവത്തിന് വെറുതെ ഒരു പേപ്പർ വേസ്റ്റ് ആക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം പണ്ടത്തെ ഏതോ ആദാമിൻ്റെ കാലത്തുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു പീസ് അങ്ങോട്ട് മുറിച്ചെടുത്ത് അത് വെച്ച് സെറ്റാക്കി. എന്നിട്ടോ അത് കവർ ചെയ്യാനാണെങ്കിൽ ഒരു വോൾ സ്റ്റിക്കറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ച് കവർ ചെയ്ത് ബാക്ക് കവർ ഇട്ടു, റിങ് എടുത്തു, ബാക്ക് കവർ ഇട്ടു, പേജസ് ഇട്ടു. എന്നിട്ട് ഫ്രണ്ട് കവർ ഇട്ടു, ക്ലോസ് ചെയ്തു. നല്ല വൃത്തിക്ക് വേണമെങ്കിൽ നമുക്ക് ബാഗിൽ അറ്റാച്ച് ചെയ്യാം. ഒരു 2.5 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ സാധനം. പൊള്ളി സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.